ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഒരു സുഖ സിസേറിയൻ അതാണ്. അപ്പം എൻ്റെ വീഡിയോ ഇതിന് മുമ്പ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഇതിൻ്റെ സെക്കൻഡ് ഡെലിവറി ആയിരുന്നു. സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് ഇപ്പം ഇന്ന് കറക്റ്റ് 20 days ആയി. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനത് ഈ കോലത്തിയിരിക്കുന്നത്. അപ്പം സിസേറിയൻ ആയിരുന്നെങ്കിലും 2 weeks കഴിഞ്ഞ് നോർമലി കുളിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഇപ്പം കുഴമ്പൊക്കെ ഇട്ട് അവിടെ ഒന്ന് കവർ ചെയ്താൽ മതി. അപ്പം കുളിച്ചോളാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 10-12 days ആയിട്ട് ഞാൻ അങ്ങനെ കുളിക്കുന്നുണ്ട്. അപ്പം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. ഞാൻ ഡെലിവറി സ്റ്റോറി ഇട്ടിരുന്നെങ്കിലും അതിലൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനൊന്നും പറ്റിയില്ല. പിന്നെ വാവയെ ഉറക്കി കിടത്തിയേക്കോ. വാവ ഉറങ്ങുന്ന ടൈം വാവേനും വലിയ പാടൊന്നുമില്ല. വാവ പാല് കുടിച്ചാൽ ഉറങ്ങിക്കോളും. പക്ഷെ മൂത്ത ആളാണ് പാട്. അപ്പോൾ രണ്ടുപേരും ഒന്ന് സെറ്റിലാകുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഒരാൾ ഇറങ്ങുമ്പോൾ ഒരാൾ എണീക്കും, ഒരാൾ അങ്ങനത്തെ അവസ്ഥയായിപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഒരാൾ താഴെ കളിക്കുക, ഈവനിങ് ആയി. ഒരാൾ എൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ ഉറക്കി കിടത്തിയിട്ട് വന്നാൽ എണീറ്റിരിക്കും. ഇപ്പോൾ കുഴപ്പമില്ല, എന്നാലും ആളത്ര വഴക്കൊന്നുമില്ല, മാനേജ് ചെയ്യാം. അപ്പോൾ വീഡിയോ പറഞ്ഞ പോലെ അപ്പോൾ ഒരു സുഖ സിസേറിയൻ. ആദ്യത്തത് എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് രണ്ടാമത്തതും സി സെക്ഷൻ തന്നെ ആയിരിക്കും. അതെനിക്ക് കൺഫേം ആയിരുന്നു. അതും വലിയ ഗ്യാപ്പൊന്നും ഇല്ലായിരുന്നു. രണ്ട് വർഷമായുള്ളൂ ആദ്യത്തെ കഴിഞ്ഞിട്ട്. അപ്പോൾ വലിയ ഗ്യാപ്പൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം നോർമലിനേക്കാളും സി സെക്ഷൻ തന്നെയാണ് ചാൻസ് എന്ന് ഡോക്ടറും പറഞ്ഞിരുന്നു. നമുക്കും അറിയാം, എല്ലാവരും പറഞ്ഞ് നമുക്ക് അറിയുമായിരുന്നു. അപ്പം നമ്മളത് 37 weeksലാണ് ആദ്യത്തെ ഡെലിവറി നടന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് പെയിൻ വന്ന് പോകാനുള്ള ഒരു ഇതെനിക്കില്ലായിരുന്നു. ഫസ്റ്റത്തെ ഞാൻ ഞാൻ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്, ഫുൾ നോർമൽ ലേബർ പെയിൻ അനുഭവിച്ചിട്ട് പിന്നെ സി സെക്ഷനിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടറോട് നേരത്തെ പറഞ്ഞു, ഡോക്ടർ എനിക്ക് അങ്ങനെ 2 പെയിൻ എടുക്കാൻ വയ്യ, എനിക്ക് എന്തായാലും സി സെക്ഷനാണ്. അപ്പോൾ നമുക്കൊരു ഡേറ്റ് എടുത്ത് നമുക്ക് പെയിൻ വരുന്നതിന് മുമ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 36 weeks 4 days അങ്ങനെ ആയപ്പോൾ നമ്മൾ സിസേറിയൻ ചെയ്തു. ബേബി ഗേളാണ്. എൻ്റെ ആദ്യത്തത് മോനാണ്. എനിക്ക് 37 weeks പെയിൻ വന്ന് പോയി. മക്കോണിയം പാസ്സായി. അങ്ങനെ എമർജൻസി സി സെക്ഷൻ അങ്ങനെയായിരുന്നു. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അറിയേണ്ടവരൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കുറേ കാര്യം ഒക്കെ അതിൽ പറയുന്നുണ്ട് ഞാൻ. അപ്പം അങ്ങനെ എനിക്ക് അത്രയും പെയിൻ സഹിക്കാനുള്ള ഒരു ത്രാണി ഇത്തവണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നമുക്കിതുപോലെ നേരത്തെ ചെയ്യാം. അങ്ങനെ നേരത്തെ നമ്മൾ സിസേറിയൻ ചെയ്യാൻ പ്ലാൻ ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു വേദന അനുഭവിക്കേണ്ടി വന്നില്ല. സിസേറിയൻ ഇത്ര എളുപ്പം പറഞ്ഞു കേട്ടൊരു സുഖപ്രസവം എന്നൊക്കെ, അതുപോലെ സുഖ സിസേറിയൻ എന്ന് എനിക്ക് മനസ്സിലായി. ഫസ്റ്റിലെത്തത് ഞാൻ അത്രയ്ക്ക് പെയിൻ അനുഭവിച്ചു. ഞാൻ ഈ സിസേറിയൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നതൊക്കെ ഭയങ്കര പെയിൻഫുള്ളാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് അങ്ങോട്ട് പറഞ്ഞ് എനിക്ക് ആ ഇഞ്ചക്ഷൻ എടുത്ത് ഞങ്ങൾ സിസേറിയൻ ചെയ്യേണ്ട അവസ്ഥയായിരുന്നു ആദ്യത്തേന്. പക്ഷേ ഇത്തവണ അപ്പോൾ ഓർക്കുകയും ചെയ്തു, കഴിഞ്ഞ പ്രാവശ്യം ആ പെയിൻ്റെ ഉള്ളിലാണ് എനിക്ക് ഇഞ്ചക്ഷനൊക്കെ കിട്ടിയതും അനസ്തീഷ്യയുടെയൊക്കെ. അപ്പം എനിക്ക് അന്നേരം ആ പെയിനൊന്നും ഞാൻ അറിഞ്ഞില്ല ഇഞ്ചക്ഷൻ്റെ. അപ്പോൾ ഇത്തവണ എനിക്ക് അങ്ങനത്തെ ടെൻഷൻസൊക്കെ ആയിരുന്നു. തിയേറ്ററിൽ കയറുമ്പോൾ എങ്ങനെയാണ്, അത് പഴയ ഹോസ്പിറ്റലല്ല, പുതിയൊരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്, രക്ഷയിലാണ് കാണിച്ചത്. അപ്പോൾ തിയേറ്ററിൽ കയറുമ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ഇഞ്ചക്ഷൻ ഇതെങ്ങനെയാണ് എടുക്കുന്നത്, അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വളച്ച് വരുത്തിയ. ആദ്യത്തെ എടുത്തെങ്കിലും അതൊന്നും ഓർമ്മയില്ല, അത്രയ്ക്ക് സിവിയർ പെയിനിലായിരുന്നു ഞാൻ. അതുകൊണ്ട് അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇത്തവണത്തെ എല്ലാം ഞാൻ അറിയുമല്ലോ എന്നോർത്ത് എനിക്ക് ഡേറ്റ് തന്നപ്പോൾ തൊട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ എനിക്ക് ഒരു പെയിനും ഒന്നും എടുക്കേണ്ടി വന്നില്ല. അപ്പം ഞാൻ അഡ്മിറ്റായി. ഇപ്പം നാളെയാണ് സർജറി എങ്കിൽ ഇന്ന് വൈകിട്ട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അഡ്മിറ്റായി. അവിടെ ചെന്ന് നേരെ ലേബർ റൂമിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ ഗ്രാഫൊക്കെ നോക്കും, കുഞ്ഞിൻ്റെ മറ്റേ ഹാർട്ട് ബീറ്റ് നോക്കും. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് റൂമിൽ പോവാം. അപ്പോൾ എന്നോട് പറഞ്ഞു നാളത്തെ ഫസ്റ്റ് കേസ് അർച്ചനയുടെയാന്ന് പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ പകുതി ജീവൻ പോയി. അപ്പം ഭയങ്കര ടെൻഷനായി. വെച്ചാൽ രാവിലത്തെ ഫസ്റ്റ് ഇപ്പം നമുക്കറിയില്ല എത്രാമത്തെ കേസായിരിക്കും നമ്മുടേതൊന്നും നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ആദ്യമേ രാവിലെ റെഡി ആവണം. 6:30 ആകുമ്പം ആൾ വരും തിയേറ്ററിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ടെൻഷൻ. അത്രയും നേരത്തെ റെഡിയായോ എനിക്ക് ഓർത്തപ്പോൾ തന്നെ അപ്പോൾ തന്നെ എനിക്ക് കൈയും കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് മൂത്ത ആളാണെങ്കിൽ ഒരു 1 month ആയി കാണും. ഇപ്പോൾ ആൾ ഉറങ്ങത്തേയില്ല. ആൾ ഫീഡിങ് ഉണ്ട്. ആ
സിസേറിയൻ്റെ ചെയ്യുന്നതിന് തലേദിവസം രാത്രി വരെ ഞാൻ ഫീഡ് ചെയ്തിട്ടാണ് പോയത്. അപ്പം ഫീഡ് ചെയ്ത് ഉറക്കാൻ നോക്കിയിട്ട് ആൾ ഉറങ്ങുന്നില്ല. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് നിന്നിരുന്നത് റൂമിൽ. അമ്മയും അമ്മയുടെ സിസ്റ്ററും ഉണ്ടായിരുന്നു. അവർ വെളിയിൽ റൂമെടുത്ത് അവിടെ നിന്നത്. അപ്പോൾ ഇവൻ ഉറങ്ങും, ഇന്ന് കുഴപ്പമില്ലല്ലോ, ബേബിയൊന്നും ഇല്ലല്ലോ, നമുക്ക് ഉറക്കാമെന്നുള്ള മൈൻഡിൽ ഞങ്ങൾ നിർത്തിക്കൂടെ. അവനാണ് ഉറങ്ങുന്നില്ല. 1 മണി 2 മണി 3 മണി വരെ ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്ന്. അത് ഒന്നാമത് സ്ഥലം മാറിക്കിടന്നതിൻ്റെ ആയിരിക്കണം കുഞ്ഞ് ഉറങ്ങാഞ്ഞത്. അപ്പം അതെല്ലാം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ ആയി. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഭയങ്കര ടെൻഷനായി. അപ്പോൾ ആദ്യത്തെ സിസേറിയൻ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പെയിനിൻ്റെ ഉള്ളിലാണ് എനിക്ക് മറ്റേ ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ തന്നെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിനെ ഒന്നും എനിക്ക് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഇതെല്ലാം ഞാനിങ്ങനെ ഫേസ് ചെയ്യാൻ പോകാമല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര പേടിയായി. അപ്പോഴേക്കും രാവിലെ എന്നെ മറ്റേ ക്ലീൻ ചെയ്യാൻ വന്നു, അവിടെ ഫുള്ള് ക്ലീൻ ചെയ്യാൻ വന്നു. അത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഓരോരോ കാര്യങ്ങൾ തലേ ദിവസം വന്നിട്ട് ഞാൻ അഡ്മിറ്റ് ആയെന്ന് രാത്രി തന്നെ ഫുൾ ക്ലീൻ ചെയ്തിട്ട് എനിക്ക് കുളിക്കാനായിട്ട് ഒരു ലിക്വിഡ് തന്നു. എന്തത്, ഒരു ജെല്ല് തന്നു. അത് വെച്ച് വേണം കുളിക്കാൻ എന്നൊക്കെ പറഞ്ഞു. അന്നും കുളിക്കാം. രാവിലെ ഇപ്പം മോർണിംഗ് ഹെഡ് വാഷ് ചെയ്യണ്ട, ബോഡി വാഷ് ചെയ്യുമെന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ മറ്റേ ട്യൂബ് ഇടാൻ വന്നു. അപ്പോൾ എൻ്റെ വിചാരം ട്യൂബ് ഇടുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ട്യൂബ് ഇട്ടത് വരെ ഓർക്കുന്നുണ്ട് നല്ലപോലെ. അപ്പം അതെനിക്ക് വലിയ പെയിനൊന്നും എടുത്തില്ല. എല്ലാവരും പറയും ട്യൂബ് ഇടുന്ന ഭയങ്കര പെയിനാണ്, ഇറിറ്റേഷനാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാനിങ്ങനെ കുറച്ച് വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും പറയും റിലാക്സ് ആയിട്ടിരുന്നാൽ മതി, PV ചെയ്യുമ്പോഴും അതുപോലെ റിലാക്സ് ആയിട്ടിരുന്നാൽ മതി. അങ്ങനെ ട്യൂബ് ഇടാൻ വന്നു. അപ്പോൾ അവർ 2-3 വട്ടം നോക്കിയിട്ട് അങ്ങ് കറക്റ്റായിട്ട് വീഴുന്നില്ല തോന്നുന്നു. അപ്പോൾ അങ്ങനെ പിടിച്ച് അവിടെ ഒരു എന്താ പറയുക, ഇപ്പം നമുക്ക് തന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പിടിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള സ്ഥലങ്ങളല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ട്യൂബ് ഇട്ടപ്പോൾ തന്നെ എൻ്റെ മൂഡ് കംപ്ലീറ്റ്ലി പോയി. ഞാൻ വിചാരിച്ചിരുന്ന നല്ലൊരു ഇതായിരിക്കും, പെയിനൊന്നും അടിക്കണ്ടല്ലോ, ആ ഒരു മൂഡ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി ട്യൂബ് ഇട്ടോടെ. അപ്പോഴേക്കും പിന്നെ ഭയങ്കര ഡൗൺ ആയി ഞാൻ. പിന്നെ എനിക്ക് കിടക്കാൻ തന്നെ എനിക്ക് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഇറിറ്റേഷൻ വരത്തില്ലേ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അവിടെ ഒരു ബേണിങ് സെൻസേഷൻ അതായിരുന്നു. അല്ലാതെ എനിക്ക് വേദനയൊന്നും തോന്നിയില്ല, അവരിട്ടതും ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ആ ഒരു ബേണിങ് സെൻസേഷൻ, യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ നമുക്കൊരു ഇത് വരത്തില്ലേ, അതേ ഒരു ഫീലായിരുന്നു എനിക്ക്. കറക്റ്റ് പറഞ്ഞാൽ അതാണ്. അപ്പം പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഡൗൺ ആയി. അപ്പോഴേക്കും ഹസ്ബൻഡിനെ മറ്റേ ഫ്രണ്ട് ഡെസ്കിൽ നിന്ന് വിളിച്ചു. മറ്റേ അഡ്മിഷൻ്റെ കുറച്ച് കാര്യങ്ങളോടൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. പിന്നെ അമ്മ മോനുമായിട്ട് അവൻ കരഞ്ഞുകൊണ്ടിരിക്കും. അവൻ മോനായിട്ട് നടക്കുന്നത്, അമ്മയുടെ സിസ്റ്റർ അങ്ങനെയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇങ്ങനെ നടക്കും, എല്ലാവരും ഓരോ കാര്യമായിട്ട് ബിസിയാണ്. അപ്പോഴാണ് എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വന്നു. പിന്നെ പെട്ടെന്ന് വന്ന് ഗൗണൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ ഞാൻ കിടക്കുക, എന്നോട് പറഞ്ഞു കിടന്നോ, ചരിഞ്ഞ് എന്നെ കിടന്നോളാൻ പറഞ്ഞു. പിന്നെ ഞാനൊന്നും അറിയുന്നില്ല. അപ്പം ഷിഫ്റ്റ് ചെയ്യാൻ ആൾ വന്ന് വേഗം. അപ്പം നോക്കുമ്പോൾ ഹസ്ബൻഡ് ഇല്ല, ഹസ്ബൻഡ് താഴെ എവിടെയോ പോയേക്കുവാണ്. അമ്മ മോനുമായിട്ട്. ഞാൻ പറഞ്ഞു അപ്പം ഓപ്പറേഷൻ നടക്കുന്നത് വേറെ ഏത് ഫ്ലോറിലല്ലേ, അപ്പം ഇനി അവർക്ക് വരുമ്പോൾ കൺഫ്യൂഷൻ ആവുമല്ലോ എന്നോർത്തിട്ട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാം, അമ്മയും അമ്മയുടെ അനിയത്തിയും മോനും കൂടെ വാ, സിസ്റ്ററും കൂടെ വാ, ആഷു നമുക്ക് അങ്ങോട്ട് വിളിക്കാം. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഫോൺ ചെയ്തപ്പോൾ ആഷു പറഞ്ഞു ഞാൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലുണ്ട്, അങ്ങോട്ടേക്ക് പോന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എന്നെ ഈ ബെഡിൽ നിന്ന് പിന്നെ എന്നെ അനക്കുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് ടെൻഷനാവുമല്ലോ. ഈ ബെഡിൽ നിന്ന് വേറൊരു സ്ട്രക്ചറിലേക്ക് മാറ്റുന്നു, അതിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെന്നിട്ട് ലിഫ്റ്റിൽ അപ്പോഴേക്കും നമുക്ക് ആ യൂറിനറി ഇൻഫെക്ഷൻ നമുക്കത് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമുക്ക് ഭയങ്കര ബോഡി വീക്കായിട്ട് തോന്നും ആ ഒരു ഫീൽ വരുമ്പം. കറക്റ്റ് എനിക്കതാ തോന്നി. അപ്പം തന്നെ എൻ്റെ ബോഡി എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ, നടക്കാൻ തോന്നുന്നില്ല, ചിരിക്കാൻ തോന്നുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ ഞാനിങ്ങനെ കിടക്കുക, ഫുൾ ഇതൊക്കെ വെച്ച് കിടക്കുകയാണ്. അപ്പോൾ തന്നെ എൻ്റെ മൂത്ത ആൾക്ക് ഭയങ്കര വിഷമം എന്നെ കണ്ടിട്ട്. എനിക്കൊരു ഉമ്മയൊക്കെ തന്നു. അപ്പം അവിടുന്ന് വേറൊരു സ്ട്രക്ചറിൽ കയറി വേറൊരു റൂമിലേക്ക് അവിടുന്ന് അപ്പോൾ ബൈയൊക്കെ പറഞ്ഞു, എല്ലാവരോടും ബൈയൊക്കെ പറഞ്ഞ് എനിക്ക് കുറേ ഉമ്മയൊക്കെ തന്നാൽ വിട്ട മോൻ. എനിക്കെന്തോ ഭയങ്കര വിഷമം വന്നു. പക്ഷേ എങ്കിൽ ഈ അവസ്ഥയിൽ എനിക്ക് കരയാനോ അങ്ങനെയൊന്നും തോന്നിയില്ല. എനിക്ക് ഭയങ്കര ഒരു ബോഡിയിലൊരു ഇറിറ്റേഷൻ പോലെ തോന്നി. അപ്പം എന്നെ അവിടുന്ന് ഒരു പ്രിപ്പറേഷൻ റൂം പോലെ ഒരു വലിയ റൂമിൽ കൊണ്ടുപോയി. അവിടെ കുറേ പേരുണ്ട്. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അനസ്തേഷ്യ ഡോക്ടർ വന്ന് അതിന് മുമ്പ് തലേ ദിവസം അനസ്തേഷ്യ ഡോക്ടർ വന്ന് നമ്മുടെ ഹിസ്റ്ററിയൊക്കെ ചോദിക്കും. എന്തെങ്കിലും അസുഖമുണ്ടോ, എന്തെങ്കിലും ഇൻഫെക്ഷനോ, പല്ലിളകിയതുണ്ടോ, ഏതെങ്കിലും ക്യാപ്പിട്ട പല്ലുണ്ടോ, അങ്ങനെ കുറേ അവർക്ക് വേണ്ട ഇൻഫർമേഷനും. അപ്പോൾ രാത്രി 12 മണി വരെ ഫുഡ് കഴിക്കാം, അത് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കരുത്, പിന്നെ ഒരു 6 മണി വരെ വെള്ളം കുടിക്കാം, അങ്ങനെ പറഞ്ഞിട്ട് അനസ്തേഷ്യ ഡോക്ടർ പോയി. അപ്പം നമ്മൾ അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വിശപ്പും, എനിക്കാണെങ്കിൽ അതുവരെ ഇല്ലാത്ത വിശപ്പാണ് തോന്നുന്ന അപ്പോഴാണ്. അപ്പം പിന്നെ അങ്ങനെ അപ്പോൾ ഈ റൂമിലേക്ക് എത്തിയപ്പോൾ ഈ ഡോക്ടേഴ്സ് വന്ന് എല്ലാവരും ഇങ്ങനെ പരിചയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയൊക്കെ നമ്മളിങ്ങനെ
ഫുൾ കവേർഡിൽ ഗൗണിൽ മാസ്കിൽ ക്യാപ്പൊക്കെ വെച്ച് നമുക്ക് ആരും പരിചയമില്ല, എല്ലാവരും ഭയങ്കര ബിസി. നമ്മളിങ്ങനെ ഒരു സ്ട്രക്ചറിൽ ഓരോ മൂലയ്ക്ക് ഇരിക്കുന്നു, അവിടെ വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഓരോരുത്തർ ഓരോ സർജറിക്ക് വേണ്ടി, ഇത് ഡെലിവറിയുടെ മാത്രമല്ലല്ലോ, ലേക്ക് ഷോർ ഒരു എല്ലാം കൂടെ ഉള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലല്ലേ, അപ്പോൾ പല പല സെക്ഷൻ ഉണ്ടാവണം. അങ്ങനെ എനിക്ക് തോന്നിയത്, ഡെലിവറി കേസുകൾ മാത്രമല്ലായിരുന്നു അവിടെ. അപ്പം അതിനോട് പറഞ്ഞപ്പോൾ അർച്ചന തിയേറ്ററിലേക്ക് കയറ്റുകയെന്ന് പറഞ്ഞു. അപ്പോൾ വന്ന് എൻ്റെ ഡോക്ടർ, അതായത് സ്മിത ഡോക്ടർ വന്നു, അർച്ചന അതെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു, എന്നോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് തിയേറ്ററിൽ കയറ്റിയപ്പം ഞാൻ ഇതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ ഇത്, ഓപ്പറേഷൻ തിയേറ്റർ. അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. മറിച്ച് കമ്പ്യൂട്ടേഴ്സും വയറും ബഹളവും, ഇവിടെയും കുറേ സാധനങ്ങൾ, കുറേ സ്റ്റാഫും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഹേർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും. അപ്പോൾ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല, റിലാക്സ് ആയിക്കോ. അപ്പോൾ അനസ്തേഷ്യ ഡോക്ടർ വരുവാണ്, ചരിഞ്ഞ് കിടക്കാം. അപ്പോൾ ആ സ്ട്രക്ചറിൽ നിന്ന് വേറെ സ്ട്രക്ചർ, വേറെ അങ്ങനെ ഒരു 4 എണ്ണം എന്നെ മാറ്റിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ എണീപ്പിക്കത്തില്ല, അവരിങ്ങനെ പൊക്കി വെച്ചോളും. അങ്ങനെ ലാസ്റ്റ് ഒരു ചെറിയ ബെഞ്ച് പോലത്തെ സംഭവത്തിൽ, അത് എനിക്കറിയാം ഓപ്പറേഷൻ നടക്കുന്നതൊക്കെ ചെറിയ ഒരു സ്ഥലത്തായിരിക്കും എന്നറിയാം, അവിടെ വന്നു. അപ്പം ഒരു നമുക്ക് എൻ്റെ അനസ്തേഷ്യ ഡോക്ടർ വന്ന ഒരു ലേഡി ഡോക്ടറായിരുന്നു. അപ്പം ഒരു കൂട്ടത്തിൽ ഒരു പയ്യനുണ്ടായിരുന്നു. പയ്യൻ നമ്മളിങ്ങനെ വളച്ച് പിടിക്കും. എനിക്ക് തോന്നുന്നത് പെണ്ണുങ്ങൾ പിടിച്ച് നമ്മൾ എന്തെങ്കിലും ഇതാക്കുന്നതുകൊണ്ടായിരിക്കണം, ഇച്ചിരി വലിയ സൈസൊക്കെയുള്ള ആൾക്കാരായിരിക്കും നമ്മളത് പിടിക്കുന്നത്. അതായത് ഇങ്ങനെ മുട്ട് വായിൽ വരണമെന്ന് പണ്ട് എൻ്റെ അമ്മ പറഞ്ഞു, ഇങ്ങനെ കിടത്തുമെന്ന് പറയും. അതേ പൊസിഷനിൽ ചരിച്ച് കിടന്നിട്ട് മുട്ടും ഇങ്ങനെ നല്ലപോലെ വായിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ മുഖത്തിനോട് അടുപ്പിക്കാൻ പറയും. എന്നിട്ട് പക്ഷേ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളോട് ഇങ്ങനെ എല്ലാം പറഞ്ഞു തന്നു കേട്ടോ. എനിക്കത് കാരണം പേടി തോന്നിയില്ല. അപ്പോൾ ഞാൻ ഓർത്തേക്കുന്ന അന്നത്തെ ഞാൻ അറിയുന്നില്ല എന്തോ സൂചി എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ല, നീഡിൽ. ഞാൻ ഓർത്ത് ഇപ്പോൾ കുത്തി അങ്ങ് കയറ്റും, വലിയ നീഡിലെന്തോ ആണ്. അപ്പോൾ ഞാനിങ്ങനെ ടെൻഷൻ അടിക്കുക. അപ്പം പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞതേ ഞാൻ വൈപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇച്ചിരി തണുപ്പുണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പം ഒരു ലിക്വിഡ് കൊണ്ട് ഇങ്ങനെ തുടച്ചപ്പോൾ പെട്ടെന്ന് നമ്മൾ AC അല്ലേ, പെട്ടെന്ന് നമുക്ക് മുതുകൊക്കെ വാമായിരിക്കുന്ന സ്ഥലമല്ലേ, അപ്പോൾ പെട്ടെന്ന് തണുക്കുമ്പോൾ ആ ഒരു പേടി തോന്നുമില്ല. അതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അങ്ങനെ തുടച്ച് കഴിഞ്ഞ് കുത്താൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പതിയെ എടുത്തപ്പോൾ ഞാൻ ഇന്ന് ഫ്രണ്ടിലേക്കായി. അപ്പോൾ പറഞ്ഞു, അയ്യോ അങ്ങനെ ചെയ്യരുത്, വീണ്ടും കുത്തേണ്ടി വരും, ഇപ്പോൾ കുത്താൻ പോവാന്ന് പറഞ്ഞ് കുത്തി. അപ്പോൾ സാധാ ഒരു ഇഞ്ചക്ഷൻ, എനിക്ക് ഇപ്പോൾ കുറേ അടുപ്പിച്ച് ഇതൊക്കെ ഇട്ടപ്പോൾ എനിക്ക് ആ ഇഞ്ചക്ഷൻ അത്ര പേടി തോന്നി. സാധാ ഒരു ഇഞ്ചക്ഷൻ, അനങ്ങാതിരുന്നോ, ഇങ്ങനെ തന്നെ കിടന്നോളാൻ പറഞ്ഞു. കുത്തിയിട്ട് നമുക്ക് ഫീലാവും, ഉള്ളിലേക്ക് എന്തോ കയറുന്ന, എന്ത് സാധനമൊക്കെ കയറുന്ന പോലെയൊക്കെ നമുക്ക് ഫീലാവും. പെട്ടെന്ന് അവർ കമ്മത്തി കിടത്തും. ഈ പയ്യനുള്ളതാണ്, പെട്ടെന്ന് നമ്മളിങ്ങനെ കിടത്തും. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് നമ്മൾ നമ്മായി പോകുന്നതുകൊണ്ടായിരിക്കും പെട്ടെന്ന് നമ്മളിങ്ങനെ തിരിച്ച് കിടത്തിയിട്ട് പിന്നെ എന്തോ എൻ്റെ മുതുക് പൊക്കിയിട്ട് അടിയിൽ എന്തോ വയറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. അവരൊരു എന്തോ ഒരു ഇത് അടിയിൽ നമുക്കിങ്ങനെ പൊക്കിച്ച് വെച്ചു. അതൊക്കെ എനിക്കറിയായിരുന്നു. അത് കഴിഞ്ഞ സർജറിക്ക് എനിക്ക് ഇവിടെ ഒരു ഫ്രെയിമിൽ ഒരു ക്ലോത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രെയിം പോലെ നമ്മുടെ ഫ്രെയിമിൽ. അപ്പോൾ ഒരു ഫ്രെയിം പോലെ അതിലൊരു ക്ലോത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് മുകളിൽ ലൈറ്റ് ഉണ്ട്. അപ്പം വലിയ ലൈറ്റ് ഇല്ലേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, ആ ലൈറ്റിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഈ സർജറി ചെയ്യുന്ന കംപ്ലീറ്റ് കാണാമായിരുന്നു. എന്നെ കട്ട് ചെയ്യുന്നതും കീറുന്നതും പിടിക്കുന്നതും സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ ഞാൻ കുഞ്ഞിനെടുത്ത് ആ ഒരു മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ അടച്ചു പിടിച്ചു, എനിക്ക് അത്ര ബ്ലഡൊക്കെ കാണുമ്പോൾ നമുക്ക് പേടി വരുമല്ലോ. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു, അതിലൊരു ക്ലോത്ത് ഇട്ടു, അതിലൊരു ഷീറ്റ് ഇട്ടു. എന്നിട്ട് ഈ ഷീറ്റിലേക്ക് എന്തോ ഒരു ബ്ലോയർ കൊടുത്തിട്ടുണ്ട്, എന്താ പറയുക, നമ്മുടെ വാക്യൂം ക്ലീനറിൻ്റെ പോലത്തെ ഒരു ഓസ്. എന്നിട്ട് ഇങ്ങനെ ഫൂന്നൊരു ശബ്ദം. എനിക്ക് തോന്നുന്നു എൻ്റെ ഇത്രയും ഭാഗം തണുക്കാതിരിക്കാൻ വാമാക്കി വെക്കാൻ എന്തോ ഒരു ചെയ്താന്ന് തോന്നുന്നു. എനിക്ക് അതിൻ്റെ സംഭവമൊന്നും അറിയില്ല. പക്ഷെ ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്കിതൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ അറിയാൻ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഞാനിതൊക്കെ ശ്രദ്ധിച്ചു. അപ്പം ഇതിങ്ങനെ ഒരു ബലൂൺ പോലെ, മനസ്സിലായോ, ഒരു ബലൂൺ പോലെ നിൽക്കും ഇവിടെ വരെ. എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ എന്തോ എയർ കയറുന്നുണ്ട്, ഈ സാധനത്തിൽ നിന്ന് എയർ കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും ഭാഗം, എന്നിട്ട് 2 കൈയുടെ അപ്പുറം ഇപ്പോൾ ഓരോ സിസ്റ്റർമാരുണ്ട്. ഇവിടെ വന്ന് എൻ്റെ അനസ്തേഷ്യ ഡോക്ടർ എൻ്റെ ബാക്കിൽ തലയിലെടുത്ത് തന്നെ വന്ന് നിന്നു. അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം സർജറിക്കൊന്നും ഞാൻ അറിഞ്ഞപ്പോഴില്ല. ഒരു ഡോക്ടറും 2 നഴ്സുമാരും വേറെ ആരും ഒരു ഇതൊക്കെ എടുത്തു കൊടുക്കുന്ന ആൾക്കാരും നിന്നാണ് ചെയ്തത്. ഇതൊന്നും അറിഞ്ഞപ്പോൾ ഇതെല്ലാവരും ഭയങ്കര കംഫർട്ട് ആക്കിക്കൊണ്ടാണ് ഇവർ ചെയ്തത്. ബാക്കി വന്ന് നിന്നിട്ട് ഇങ്ങനെ തലയിലൊക്കെ ഇതാക്കി കൈയൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്നു. കൈയൊക്കെ നമ്മുടെ ചെറിയൊരു ഇതല്ലേ നീട്ടി വെക്കാൻ, അതിനൊക്കെ താഴെ പോകുമ്പോൾ സിസ്റ്റർമാർ തന്നെ എടുത്ത് പിടിച്ചു തരാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പട്ടി ബഹളം.
അപ്പം അതെല്ലാം കഴിഞ്ഞു. അപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അർച്ചന അതേ ബേബി ഗേൾ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ കാണാം, ഈ സൈഡിൽ ഞാൻ കിടക്കുന്നതിൻ്റെ ഈ സൈഡിലാണ് കുഞ്ഞിനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഓർത്തു ഭയങ്കര ബഹളല്ലേ. അപ്പോൾ 36 വീക്കേ ആയുള്ളൂ. പ്രിമച്യൂർ പോലെ ആണല്ലോ, 36 ബിലോ 36 ഒക്കെ പ്രിമച്യൂർ നമുക്ക് പറയാം. അപ്പം ബേബി പക്ഷേ ഭയങ്കര ഗുണ്ടുമണി. അപ്പം ഞാനോട് ദൈവം ഇതാണോ എൻ്റെ വയറ്റിൽ കിടന്നത്, ഈ ഒരു കുഞ്ഞു വയറായിരുന്നു ആകെ. അപ്പോൾ വല്ല ഗുണ്ട് പോലെ ഇരിക്കുന്നു. അപ്പോൾ അവരിങ്ങനെ തുടയ്ക്കുമോ, കരച്ചിൽ ഭയങ്കര കരച്ചിൽ കിടന്നു. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് എല്ലാം തുടച്ച് കഴിഞ്ഞ് ഒരു പിങ്ക് ടവലിൽ പൊതിഞ്ഞ് കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എനിക്ക് കുറേ ഉമ്മ കൊടുക്കാൻ തന്നു. അത് കഴിഞ്ഞ് വെളിയിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് എനിക്കിതെല്ലാം അറിയുന്നുണ്ട്, സ്റ്റിച്ച് ചെയ്യുന്നതും സംഭവങ്ങളും ഒക്കെ അറിയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ അവിടുന്ന് വേറൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കി കുറച്ച് നേരം അവിടെ വെച്ചു തോന്നുന്നു. അത് കഴിഞ്ഞ് സിസ്റ്റർ, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഭയങ്കര സൗണ്ട്, ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് കഴിഞ്ഞിട്ട് നേരെ അവരൊരു ഒബ്സർവേഷനിൽ വെക്കും. ഐ സിയിൽ കൊണ്ടുവന്ന് ഒരു ഒബ്സർവേഷനിൽ വെച്ചിട്ട് കൊണ്ടുപോകുന്നു, ഡോക്ടേഴ്സൊക്കെ ഇരിക്കുന്നിടത്ത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഷിവറിങ് ആയിരുന്നു, ഭയങ്കര ഷിവറിങ്. പക്ഷേ പല്ലിങ്ങനെ കിടന്ന് അടിക്കുമായിരുന്നു. ഞാൻ ഒരു ബ്ലാങ്കറ്റ് അവർ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒരു ബ്ലാങ്കറ്റ് ചോദിച്ചു. അങ്ങനെയായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടായില്ല, എനിക്ക് ഷിവറിങ്ങേ ഉണ്ടായില്ല. അപ്പോൾ നേരെ എന്നെ അവിടുന്ന് അടുത്ത സ്ട്രക്ചറിൽ കൊണ്ടുപോയി എന്നെ ഐ സിയിലേക്ക് കൊണ്ടുപോയത്. ഐ സിയിൽ ഒരു ദിവസം വെക്കും. അപ്പോൾ ബേബീനെ NICUവിലും വെക്കും. അപ്പം ഹസ്ബൻഡിനൊക്കെ കയറി കാണാം. പിന്നെ ബേബീനെ ഫീഡ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് കൊണ്ടുവരും. അതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്നോട് പിറ്റേ ദിവസം പറഞ്ഞ് ടോയ്ലറ്റിൽ പോയിട്ട് മാം വന്ന് കണ്ടിട്ട് റൂമിൽ പോവാം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെ അറിയാവുന്ന കൊണ്ട് ഞാൻ രാവിലെ ആയപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ നമുക്ക് ബ്രഷൊക്കെ ചെയ്യുന്ന ആ സമയമായപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ ട്യൂബ് മാറ്റിയപ്പോൾ ഞാൻ പറഞ്ഞു 3 hours കഴിഞ്ഞേ നമുക്ക് യൂഷ്വലി അങ്ങനെ സെൻസേഷൻ വരുള്ളൂ ടോയ്ലറ്റിൽ പോകാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ടോയ്ലറ്റിൽ പോയി നോക്കാം എന്ന് പറഞ്ഞു. എണീറ്റു, ബെഡ് സപ്പോർട്ടിൽ പൊങ്ങി നിന്നു, പതിയെ കാല് വെച്ചു. പക്ഷെ എനിക്ക് ഫസ്റ്റ് ടൈമുള്ള അത്രയും പെയിൻ എനിക്ക് ഇത്തവണ ഉണ്ടായില്ല. സാധാരണ എല്ലാവരും പറയും സെക്കൻഡ് സിസേറിയനാണ് പെയിൻ കൂടുതലെന്ന്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ആയിരുന്നു ആ എണീക്കാനുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ അത്ര എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കണം. ഞാൻ എണീറ്റു, പതിയെ പോയി സുസു ചെയ്തു, തിരിച്ചു വന്നു. അതേ എനിക്ക് വീണ്ടും പോകണം. പിന്നെ ഞാൻ ഒന്നുകൂടെ എണീറ്റു. അങ്ങനെ എണീറ്റ് കൊണ്ടായിരിക്കണം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ എല്ലാവരും പറയും ഭയങ്കര പെയിനാണ്, അങ്ങനെ ആണ്, ഇങ്ങനെയാണ്. നമ്മൾ മാക്സിമം ഡോക്ടേഴ്സും പറയും എണീറ്റ് നടന്നാലേ സ്റ്റിച്ച് വരികയുള്ളൂ. സ്റ്റിച്ച് വരിഞ്ഞാലേ ഓരോ വട്ടം എണീക്കുന്ന അനുസരിച്ച് പെയിൻ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. നമ്മൾ എത്ര പെയിനാണെങ്കിലും പതിയെ എണീറ്റ് നടക്കാൻ നോക്കാം. അപ്പം ഞാൻ അങ്ങനെ 2 വട്ടം അവിടെ വെച്ച് തന്നെ പോയി ടോയ്ലറ്റിൽ. എൻ്റെ അപ്പുറത്തൊരു കുട്ടിയുണ്ട്, അത് എന്തോ ഒരു സർജറി ചെയ്തതാണ്. പ്രഗ്നൻസി റിലേറ്റഡ് ഒന്നുമല്ല, കുഞ്ഞാണ്, 17 വയസ്സാണ്ടേ ഉള്ളൂ. അപ്പോൾ അതിനെന്തോ ഒരു സർജറി കഴിഞ്ഞ് വന്നതാണ്. അത് എണീറ്റ് ടോയ്ലറ്റിൽ പോകാൻ അതിന് പേടി. അത് കാരണം അത് അവിടെ കിടക്കും. ടോയ്ലറ്റിൽ പോകാൻ നമ്മൾ റൂമിൽ വിടത്തുമില്ല, അതാണ് പ്രശ്നം. അപ്പം എന്നെ ഡോക്ടർ വന്ന് കണ്ടു, പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പോയിക്കോളൂ എന്ന് പറഞ്ഞു എന്നെ റൂമിലേക്ക് വിട്ടു. അതാണ് സംഭവം. റൂമിൽ എത്തിയിട്ട് എനിക്ക് അപ്പം തന്നെ ഓക്കെ ആയി തുടങ്ങി. ഞാൻ അപ്പം വീണ്ടും എനിക്കൊരു നല്ലൊരു പെയിൻ, എനിക്ക് ഈ C-സെക്ഷനിൽ വന്ന ഒരു നല്ലൊരു പെയിൻ എന്ന് പറഞ്ഞാൽ യൂട്രസ് എന്താ പറയുക, ഇപ്പോൾ 2ാമത്തെ ആയതുകൊണ്ടും യൂട്രസ് ഇങ്ങനെ തിരിച്ച് ചുരുങ്ങുന്ന ഇതായതുകൊണ്ട് എനിക്ക് ആ സമയത്ത് ഭയങ്കര നമ്മുടെ പ്രസവവേദനയ്ക്ക് ഒത്തിരി വേദന വന്നു. അത് വരുമ്പോഴേക്കും ഞാനിങ്ങനെ പിടിച്ച് കരയുമായിരുന്നു ബെഡിൽ, അതുപോലത്തെ പെയിൻ. അതൊരു ദിവസം ICUവിലിരുന്ന് അന്ന് വൈകിട്ട് തൊട്ട് പിറ്റേ ദിവസം ഒരു ഉച്ച കഴിയുന്നവരെ എനിക്ക് ആ പെയിൻ ഉണ്ടായി. അത് നമ്മുടെ കോൺട്രാക്ഷൻ വരുന്ന പോലെ ഒരു 15-20 മിനിറ്റ് ഗ്യാപ്പിട്ട് അത് വന്നുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് അവർ വന്ന് പെയിൻ കില്ലർ തന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം. എനിക്കത് കഴിഞ്ഞ് പിന്നെ ഇല്ല, ഡോക്ടർ വന്നപ്പോഴും ഡോക്ടർ എനിക്ക് സ്റ്റിച്ച് നല്ല വേദന, നമുക്ക് ആ പീരീഡ് പെയിൻ പോലെ അതിൽ പ്രസവിക്കാൻ ലേബർ പെയിൻ പോലത്തെ ഒരു പെയിൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതാണ് ആ യൂട്രസ് തിരിച്ച് നോർമൽ സൈസിലേക്ക് ആകുന്നതിൻ്റെയാണ്. അതുണ്ടാവും, കുഴപ്പമില്ല, ഇത് 2ാമത്തെ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഉണ്ടാവും പെയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പെയിൻ മാത്രമേ എനിക്ക് ത്രൂ ഔട്ട് എൻ്റെ ഈ ഒരു ലേബറിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പം എനിക്കൊരു സിസേറിയൻ തന്നെയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലക്ഷോളം എല്ലാ ഡോക്ടേഴ്സ് ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും നമ്മൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തു. എൻ്റെ പഴയ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയിട്ട് ഇത് ഒരു 100% നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. പിന്നെ എനിക്ക് ഇപ്പം എൻ്റെ 20 days ആയിട്ടുണ്ട്, 21 days ആയി. അപ്പം ഇപ്പം എനിക്കൊരു അബദ്ധം പറ്റിയത്, ആ മൂത്ത ആൾ എൻ്റെ 2 വയസ്സായെന്ന് പറഞ്ഞില്ലേ, ഇപ്പം 2 days ആയിട്ട് അവൻ ഉറങ്ങാൻ, ഞാൻ പറഞ്ഞില്ല പിള്ളേർക്കൊക്കെ ഉറങ്ങാൻ രാത്രി ഉറങ്ങത്തേയില്ല. ഞാൻ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉറങ്ങത്തേയില്ല. അപ്പോൾ അങ്ങനെ ഉറങ്ങാൻ
അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫീഡിങ് നിർത്തുന്നു പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സിസേറിയന് ഒരു ദിവസം മുമ്പ് വരെ ഞാൻ ഫീഡ് ചെയ്തിട്ടാണ് പോയത്. കുഞ്ഞിനെ റൂമിൽ കൊണ്ടുവന്നിട്ടും ഫീഡ് ചെയ്തു. ഇവന് ഫീഡ് ചെയ്യുമായിരുന്നു, മൂത്താക്ക് ഫീഡ് ചെയ്യുമായിരുന്നു. അപ്പം എല്ലാവരും ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. എങ്കിലും എനിക്ക് അങ്ങനെ നിർത്താനൊരു മടിയായിരുന്നു. രണ്ട് പേർക്കും ഇങ്ങനെ കുഴപ്പമില്ല. ഞാനിങ്ങനെ കുറേ ആർട്ടിക്കിളൊക്കെ വായിച്ചു. അപ്പോഴേക്കും എല്ലാവരും പറയുന്നത് നമുക്ക് ആ മൂത്ത ആൾക്ക് നമ്മൾ പെട്ടെന്ന് അകന്നു പോയ ആ ഒരു തോന്നലൊന്നും ഉണ്ടാകത്തില്ല. ഫീഡ് ചെയ്തുകൊണ്ടിരുന്നാൽ 2 പേർക്കും ഉള്ള പാലുണ്ടാവും, കൊടുക്കും തോറും പാല് കൂടത്തേ ഉള്ളൂ. പിന്നെ കുറച്ച് സ്റ്റഡീസ് അങ്ങനെയൊക്കെ ഞാൻ വായിച്ചു. അപ്പോൾ എല്ലാവരും പറയുമായിരുന്നു ഇപ്പം കുഞ്ഞ് ബേബിക്കാണ് വേണ്ടത് ആ കൊളസ്ട്രോമൊക്കെ. അത് അവൻ കുടിക്കുന്ന ഈ പവറിലല്ല ഇവൾ കുടിക്കുന്നത്. അത് കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. 2 പേരും കുടിക്കാൻ തുടങ്ങിയപ്പം മോളാണെങ്കിൽ പതിയെ സക്ക് ചെയ്ത് ഉറങ്ങും. അപ്പം കുടിക്കുന്നില്ല, ഇനഫ് അവൾക്ക് കിട്ടുന്നില്ല. അതേസമയം അവനാണെങ്കിൽ ഭയങ്കര സ്ട്രോങ്ലി സക്ക് ചെയ്ത് കുടിക്കും. അപ്പോഴേക്കും പാല് അവൻ ഫുള്ളി അങ്ങ് എടുക്കുമ്പോൾ അപ്പോൾ എനിക്ക് ഉള്ളിൽ ആ വിഷമം തോന്നാൻ തുടങ്ങി, മോൾക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പം ഞാൻ ICUലായിരുന്നുകൊണ്ട് മോൾ NICയിലായിരുന്നുകൊണ്ട് അവർ മറ്റേ പൊടിയും കലക്കി കൊടുക്കുമായിരുന്നു. അപ്പം അത് കൊടുക്കേണ്ടി വന്നു എനിക്ക്, മനസ്സിലായി. അപ്പോൾ പാല് അങ്ങനെ കുറഞ്ഞു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്കതൊരു ഒരു ടെൻഷനായി മാറി. അപ്പം പെട്ടെന്ന് എനിക്ക് 2 പേർക്കും കൊടുത്തിട്ട് മോക്കിപ്പോൾ എല്ലാം അത്യാവശ്യം അവൾ വളരേണ്ട സമയം, അവൾക്ക് വേണ്ട സമയത്ത് അത് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ടെൻഷൻ വന്നു. പിന്നെ ഞാൻ കുറേ ആർട്ടിക്കിളും അതൊക്കെ വായിച്ച് ഓക്കെ ഇല്ല 2 പേർക്കും ഒരേപോലെ കൊടുത്താലും കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ വായിച്ച് എന്തൊക്കെയോ ആക്കി ആ മനസ്സിനെ അത് സെറ്റാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആൾക്കൊരു മഞ്ഞപ്പുണ്ടായിരുന്നു മൂക്ക്. എന്നെ ഡിസ്ചാർജ് ആയിട്ടും 2 ദിവസം കൂടി എക്സ്ട്രാ കിടക്കേണ്ടി വന്നായിരുന്നു മൂക്കൊരു മഞ്ഞപ്പുണ്ടായിട്ട്. അപ്പം ആ സമയത്ത് ഡോക്ടറെ കാണാൻ പോയപ്പം മൂത്താളെയും ഞാൻ ഇതുപോലെ കാണിച്ചു. മൂത്താളെയും കാണിക്കുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു. കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഡോക്ടർ ഇപ്പോഴും ഫീഡിങ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിർത്താൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ എത്ര കരഞ്ഞാലും കൊടുക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം അങ്ങനെ അപ്പം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു തന്നു ഫീഡിങ് നിർത്തേണ്ട ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ 3 ദിവസം കൊണ്ട് ഫീഡിങ് നിർത്തി മൂത്താളുടെ. 3 ദിവസം കൊണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു 20 days ആയി. 20 days ആയപ്പോൾ ഞാനിപ്പോൾ ഒരു അബദ്ധം കാണിച്ചു. അപ്പം മൂത്താളെ ഞാനിങ്ങനെ എടുത്ത് 2 ദിവസമായിട്ട് ഉറക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ എടുത്ത വെയിറ്റ് അവനൊരു 12 കിലോയൊക്കെ ഉള്ളൂ. എങ്കിലും ആ വെയിറ്റ് എടുത്തത് എനിക്ക് പറ്റിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു ബാക്ക് പെയിൻ വന്നു 2 ദിവസമായിട്ട്. ആദ്യത്തെ ദിവസം നല്ല സിവിയർ ബാക്ക് പെയിനും ലെഗ് പെയിനായിരുന്നു. ഇന്നലെ അത് കുറഞ്ഞു, ഇന്ന് ഇച്ചിരി കൂടെ കുറഞ്ഞു വരുന്നു. എനിക്ക് ചൂട് വെക്കുന്നുണ്ട്, കുളിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ചൂട് വെച്ചുകൊണ്ട് കുറയുന്നുണ്ട്. അപ്പോൾ അതേ ഉള്ളൂ എനിക്കൊരു പെയിൻ വന്നത്, ഒരു നല്ല കാര്യമായിട്ടുള്ള പെയിൻ വന്നത് ഇത് കഴിഞ്ഞ് ഇതേ ഉള്ളൂ. എനിക്ക് പെട്ടെന്ന് എൻ്റെ സ്റ്റിച്ച് ഇപ്പോഴും ഉണ്ട്, പോയിട്ടില്ല, സ്റ്റിച്ചെല്ലാം ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സിസേറിയൻ ആയിരുന്നു. ഇനിയിപ്പോൾ സിസേറിയൻ ചെയ്യാൻ പോകുന്നവരൊന്നും പേടിച്ചിരിക്കേണ്ട. വെച്ചാൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ചെയ്തവർക്കറിയാമല്ലോ അടുത്തത് മിക്കവാറും സിസേറിയൻ ആകുമെന്ന് കൺഫേം ആയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പേടിക്കാനൊന്നുമില്ല, നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കുക. അങ്ങനെ എൻ്റെ ആ ഒരു സിസേറിയൻ എക്സ്പീരിയൻസ് ഞാൻ പിന്നെ നിർത്തിയിട്ടില്ല കേട്ടോ. ഇനി എന്നോട് ഡോക്ടർ ചോദിച്ചിരുന്നു ആ ചെയ്യുന്ന സമയത്ത് നിർത്തണമെന്ന്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ആ നിർത്തുമ്പോൾ കുറച്ചുകൂടെ പെയിൻ കൂടുതലായിരിക്കും നമുക്ക്. അപ്പം എനിക്ക് നിർത്തണം എന്നില്ലായിരുന്നു, അത് കാരണം ഞാൻ നിർത്തിയില്ല. അപ്പം ഇനി അങ്ങനെയുള്ളവർക്ക് ചിലപ്പം പെയിൻ ഉണ്ടാവാം. അപ്പം ഞാൻ നിർത്താത്തതുകൊണ്ട് എൻ്റെ സെക്കൻഡ് ഡെലിവറി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ പെയിനൊന്നും ഇല്ലായിരുന്നു. നല്ലൊരു സുഖ സിസേറിയൻ ആയിരുന്നു. ബേബി സുഖമായിട്ടിരിക്കുന്നു, മൂത്താളെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം എൻ്റെ മറ്റേ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വേറെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. ഒരുപാട് എടുക്കണമെന്നൊക്കെ ഉണ്ട് ബേബിയുടെയൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പം നമുക്ക് ആ സമയത്ത് അധികം ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു ബാക്ക് പെയിൻ വന്നതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് കാണാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫീഡിങ് നിർത്തിയ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം, പെട്ടെന്ന് എങ്ങനെ ഫീഡിങ് നിർത്താമെന്നുള്ളത്. പിന്നെ പിള്ളേരുടെ ഉറക്കത്തിനെക്കുറിച്ചും ഞാൻ ഒരുപാട് ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞു. ഒരുപാട് പേർക്കും അങ്ങനെ ഉണ്ടെന്ന്, ഉറക്കം കറക്റ്റ് ഉറക്കം കിട്ടാത്തവരുടെ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ അവനിപ്പോൾ ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിനൊരു വീഡിയോ ചെയ്യാം, അത് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ എൻ്റെ ഈ സിസേറിയൻ വീഡിയോ കണ്ട എല്ലാവർക്കും, ഇത് കാണാൻ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പം ഇനി ഡെലിവറി ആകാൻ പോകുന്നവർ, അതായത് C-section ആണെന്ന് ഉറപ്പുള്ളവർക്ക് ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഓക്കെ ആവും. ഓക്കെ, ബൈ.